അടിച്ചതാരാടാ നിന്നെ? ആണ്ടവനോ സെഡ്ജിയോ? അടിച്ചതല്ല, ചവിട്ടിയതാ അല്ലേടാ? ഷൂസ് ഇട്ട കാലുകൊണ്ട്. വിശ്വേട്ടാ, അത് വന്ന് ആണ്ടവൻ, ഇത് കോയമ്പത്തൂരിലെ നിന്റെ മായാണ്ടിക്കുപ്പമല്ല, കൊച്ചിയാ, വിശ്വനാഥന്റെ കൊച്ചി. കരുത്തും കയ്യൂക്കുമുള്ള അംഗരക്ഷകന്മാരെ കൊണ്ട് താൻ തന്നെ കണക്കുകൾ നേരിട്ട് തീർപ്പിക്കാമെന്നായെങ്കിൽ പിന്നെ മേലാൽ ഒരു തവണ കൂടി ഇങ്ങനെ വന്നു പോകരുത് വിശ്വനാഥന്റെ സമക്ഷത്ത്. ജി എടോ ഹരിവംശീലാൽ പന്നാലാൽ, ഒരിക്കൽ തന്നെ സേവിക്കാൻ ഇറങ്ങി കസ്റ്റംസുകാരുടെ വലയിൽ ഇവൻ അകപ്പെട്ടപ്പോ രക്ഷിച്ചെടുക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല താൻ. അന്നൊരൊറ്റ തുള്ളി രഹസ്യം പോലും ചോർന്നു പോകാതെ വല പൊട്ടിച്ചുവനെ പുറം ലോകം കാണിച്ചത് താനല്ല, വിശ്വനാഥനാ. ഈസ് മൈ പ്രോപ്പർട്ടി, മൈ സോൾ പ്രോപ്പർട്ടി. വിശ്വസിച്ച് കൂടെ നിന്നവനെ ഒരാപത്ഘട്ടത്തിൽ താൻ കൈവിട്ടു. പകരം നിവൃത്തിയില്ലാതെ വന്നപ്പോ അവനും ദാറ്റ്സ് ഓൾ. ലെവൽ അല്ലേടാ? യു നീഡ് എ സ്റ്റിഫ് വൺ. ഒന്ന് തണുക്കട്ടടാ. ഒറ്റ വലി. ജെസ്സിയുടെ കല്യാണ ചെലവിനുള്ള പണം ഭദ്രമായി വീട്ടിലെത്തിച്ചു അല്ലേടാ? ആരാ തന്നത്? നമ്പ്യാർ അതോ ചന്ദൻ ഭായ് നേരിട്ടോ? രണ്ടാളും അല്ലേ? എനിക്കറിയാം വിന്നി നിന്റെ പ്രശ്നങ്ങൾ. എനിക്ക് മനസ്സിലാവും. തുറമുഖ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് സർവവും പരിത്യജിച്ചൊടുവിൽ മക്കൾക്ക് പിഴയ്ക്കാൻ ഒന്നും തേടിവെക്കാതെ മരിച്ചുപോയ സഖാവ് പീറ്റർ ഫിലിപ്പിന്റെ മകന് ഒരൊറ്റുകാരനാവേണ്ടി വന്നത് ചതിക്കാനുള്ള വാസനാബലം കൊണ്ടാവില്ല. എനിക്കറിയാം. കെട്ടുപ്രായം എത്തി നിൽക്കുന്ന 3 പെൺകുട്ടികളുടെ ഭാരം ചുമലിലേറ്റുന്നവന് ചിലപ്പോ ഒറ്റ രാത്രി കൊണ്ട് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണമെന്ന് തോന്നാം. ചുവട് തെറ്റാം, ഭ്രമിച്ചു പോവാം. അല്ലേ വിൻസെന്റ്? വിശ്വേട്ടാ, ഞാൻ കമോൺ. ഒറ്റ വലി. ആ വിശ്വനാഥൻ, പ്ലീസ് ഹോൾഡ് ഓൺ. നിന്റെ മമ്മായ സംസാരിക്കേ. എല്ലാം ശരിയായി എന്ന് പറഞ്ഞോളൂ. മമ്മ, ഇത് ഞാനാ, ബിന്നിയാ. ഇല്ല മമ്മ, വിശ്വേട്ടൻ എന്നോട് ക്ഷമിച്ചു. എവറിത്തിങ് സെറ്റിൽഡ്. ഐ എം ഫൈൻ മമ്മ. ഞാൻ വന്നോളാം, വരും, ഷുവർ. വിശ്വേട്ടാ, താങ്ക്സ്, താങ്ക്സ് അലോട്ട്. ഞാൻ ഒരിക്കലും കഷ്ടം. ആളെ ശേഖരേട്ടൻ അറിയും അല്ലേ? ഇയാളെ അല്ല, ഇവന്റെ അച്ഛനെ. ഒരു ഒന്നാം തരം ട്രേഡ് യൂണിയനിസ്റ്റ്. മാധവേട്ടനൊത്ത് 2 ആഴ്ച സബ് ജയിലിൽ കിടന്നിട്ടുണ്ട് നമ്മോടൊപ്പം. സഖാവ് പീറ്റർ ഫിലിപ്പ്, സഖാവിന്റെ മകൻ വിൻസെന്റ് പീറ്റർ. ബൈക്ക് സ്കിഡ് ചെയ്ത് കായലിലേക്ക് വീണു എന്നാണ് പോലീസ് വെർഷൻ. പക്ഷേ അല്ലാന്ന് സംശയിക്കാൻ ചില ന്യായങ്ങളുണ്ട്. പിന്നെ അശ്വതി, ഉണ്ണിയോ വാസുദേവനോ സിറ്റി ബ്യൂറോയിൽ നിന്ന് ആരെങ്കിലും ഒരാള് ഈ കേസിന്റെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറയണം. ഇവിടെ എന്തായിരുന്നു സ്റ്റോറി? ആരുടെയാ പ്രസംഗം? ശേഖരേട്ടാ, അത് ഒന്ന് വാതറന്ന് പറയടോ. അല്ല, അത് ചരൽക്കുന്നിലെ യൂത്ത് ക്യാമ്പില്. എന്താടോ,
പണ്ടത്തെ പോലെ പട്ടാപ്പകൽ പോലെ പെൺകുച്ചങ്ങളെങ്കിലും പിടിച്ചോ കുട്ടി നേതാക്കന്മാര്? അയ്യോ അല്ല, പിന്നെ ക്യാമ്പിൽ നിന്ന് ഉച്ചയ്ക്ക് PK ചെയ്ത പ്രസംഗത്തിന്റെ റിപ്പോർട്ട് ഫ്രണ്ട് പേജിൽ വെണ്ടയ്ക്കാവട്ടത്തിൽ തന്നെ വരണം. പതിവ് പോലെ PK തന്നെ ഫോൺ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തു തന്നോടല്ലേ? അത് അപ്പൊ ചുമ്മാതല്ല പഴയ യൂത്തിനൊരു ഓവർ എന്തൂസിയാസം. കണ്ടില്ലേ മാധവേട്ട, ഖദറിനിടയിൽ കൂടെ രോമാഞ്ചം ഇങ്ങനെ ചാടി പുറത്തു വരുന്നത്. ദാ, എന്നിട്ട് എവിടെയോ മാറ്റർ കാണട്ടെ. അത് കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് കാറില് അരവിന്ദേട്ടാ, നമ്മുടെ നേതാക്കന്മാർ വന്നിരിക്കുന്നു. ആ പറഞ്ഞല്ലേ. ഹലോ അരവിന്ദൻ. ഹലോ. ഹലോ നമസ്കാരം. മിസ്റ്റർ ശേഖരൻ, ചീഫ് എഡിറ്റർ അല്ലേ? നമ്മൾ മുമ്പൊരിക്കല്. ആ നമസ്കാരം നമസ്കാരം. ആ അപ്പൊ പിന്നെ എങ്ങനുണ്ട് ജാഗ്രത? എങ്ങനുണ്ട് സർക്കുലേഷൻ? എന്താ സർക്കുലേഷന്റെ കണക്കെടുക്കാൻ വന്ന സാറാണോ? അയ്യോ ശേഖരേട്ടാ, ഇത് അറിയാമടോ, കൊടിപ്പുള്ളി സുരേന്ദ്രൻ XMP. പണ്ടൊരു ഉടങ്കല്ലി സൈക്കിളും കൊണ്ട് ദിവസം ഒരു 56 തവണ കേറിയിറങ്ങി നിരങ്ങും ഈ പത്രമാഫീസിന്റെ തിണ്ണയില് ഓരോരോ നേതാക്കന്മാരുടെ പ്രസ്താവനയും കൊണ്ട്. എന്നിട്ട് ഈ വാതൊക്കെ വന്നിന്ന് പട്ടിയെ പോലെ അണയ്ക്കുമ്പോ ഉണ്ണിയപ്പവും വാഴയ്ക്കാവടയും പാൽച്ചായയും വരുത്തി കൊടുക്കും ഈ മാധവേട്ടൻ. എന്താ അറിയൂ? തിരുവിതാംകൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു പഴയ ജനറൽ സെക്രട്ടറിയാ മാധവ്ജി. അയ്യോ മാധവേട്ട, ഞാൻ പെട്ടെന്ന്. ഏയ് സാരമില്ലടോ. ആ മതി മതി. പിന്നെന്താ കുടിപ്പുള്ളി ഈ വഴിക്ക്? അത് പിന്നെ നമ്മുടെ PK-യുടെ ഒരു പ്രസംഗം. എവിടെ മാറ്റർ കാണട്ടെ. കൊടുക്കണു. ഓ ആ എടുക്ക്. കാളവണ്ടി യുഗത്തിലേക്ക് തിരിച്ചു പോകണം. PK ആൻഡ്രൂസ്. ഇത് തന്നെ അല്ലേടോ ഇയാൾ കഴിഞ്ഞ പോലെ ആലപ്പുഴയിലും പ്രസംഗിച്ചത്? ഇതൊന്ന് വായിച്ചേ, കണ്ണു പറ്റുന്നില്ല. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ലക്ഷറി കാറുകളിലും ബാറുകളിലും വായിക്കടോ. പുരോഗതിയിലേക്ക് കുതിക്കുന്ന നഗരങ്ങളിലും വിമാനസഞ്ചാര സുഖങ്ങളിലുമല്ല, കാളവണ്ടി യുഗത്തിൽ നിന്ന് കരകയറിയിട്ടില്ലാത്ത ഗ്രാമങ്ങളിലാണ് ഭാരതത്തിന്റെ ആത്മാവ് ഉറങ്ങുന്നത്. പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി പ്രവർത്തകർ നഗ്നപാതരായി. മതി നിർത്ത അവന്റെ നഗ്നപാദം. എടോ അരവിന്ദൻ, ഓ അന്തി മയങ്ങുമ്പോ ഗാന്ധി മൈതാനത്ത് പോയി നിന്നാല് നല്ല ഒന്നാന്തരം ചരിത്ര പ്രസംഗം കേൾക്കാം. അത് കുറിച്ചുകൊണ്ട് വന്നാ മതി, പത്രത്തിൽ കൊടുക്കാം. അതിന് സത്യസന്ധതയുണ്ട്, ഇതിന് അതില്ല. വെച്ചോ ശേഖരേട്ട, ഞാൻ എടോ ആദ്യം ആരാന്റെ പേരെടുക്കാൻ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ ഡൽഹിക്ക് പറഞ്ഞതിന്റെ ചെലവ് കാശ് സർക്കാർ ഖജനാവിൽ കൊണ്ട് അടച്ച് രസീത് വാങ്ങാൻ പറയണം തന്റെ ആൻഡ്രൂസ് പുണ്യവാളനോട്. എന്നിട്ട് മതി മുക്കിന് ആദർശ പ്രസംഗം. എന്റെ പൊന്ന് ശേഖരേട്ട, ഞാൻ എടോ അനിയ, എന്തോ ദേ ഇതിങ്ങനെ തേച്ച് വെടിപ്പാക്കി ഇരുമ്പും കൂട് പോലെ പോച്ചുകൊണ്ട് നടന്നാ പോരാ. കുറഞ്ഞ പക്ഷം ഇതിന് മുക്കുന്ന കഞ്ഞിപ്പശയുടെയെങ്കിലും ബലമുള്ളൊരു നട്ടല്ലൂടെ ഉണ്ടാക്കിയെടുക്കണം ഇതിനകത്ത്. എങ്കിലേ നന്നാവൂ നിന്റെയൊക്കെ പ്രസ്ഥാനം. ഹലോ, ആരാ? ആ ജസ്റ്റ് മിനിറ്റ് സർ. ആരാ? DIG സഭാപതി. ആ അകത്തേക്ക് ത്രൂ ചെയ്യ്, ഞാൻ ഓഫീസിൽ നിന്ന് എടുത്തോളാം. ആ ഹരിദാസ് ഇവിടെ ഇരുന്ന് മുഷിഞ്ഞു അല്ലേ? ഇരിക്കടോ. തന്റെ DIG-യാ ഡേവിഡ് സഭാപതി. ആ ശേഖരൻ നമസ്കാരം. ആ പറയണം, എന്താ വിശേഷിച്ച്? അയ്യോ വിശേഷിച്ചൊന്നും ഉണ്ടായിട്ടില്ല ശേഖർജി. ഇതിപ്പോ കുറച്ചു കാലമായാലും ഞാൻ വിളിച്ചിട്ട്. സോ ആ വേണ്ടടോ, താനിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി വളച്ചു കേട്ടണ്ട. കാര്യം എന്തോന്ന് പറഞ്ഞാൽ മതി. കം ടു ദി പോയിന്റ്. അയ്യോ ശേഖർജി, അതല്ല, ഐ എം കമ്മിങ് ടു ഇറ്റ്. അതായത് നമ്മുടെ ഇന്ന് രാവിലത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ ശേഖർജി. ഏത് ഇൻസിഡന്റ്? മറ്റേ ചത്തുപോയ നമ്മുടെ പഴയ പോർട്ട് വർക്കേഴ്സ് യൂണിയൻ സഖാവിന്റെ. ആ അപ്പൊ അത് തന്നെ പ്രശ്നം. വിൻസെന്റ് പീറ്റർ, മറ്റേ ബൈക്ക് ആക്സിഡന്റ് അല്ലേ? അതെ, അത് തന്നെ ശേഖർജി, എക്സാക്ട്ലി. അതായത് ശേഖർജി, നമുക്ക് ഈ വിൻസെന്റ് പീറ്റർ ഇഷ്യൂ എങ്ങനെയെങ്കിലും ഒന്ന് പ്ലേ ഡൗൺ ചെയ്തെടുക്കണം. അതിന് ശേഖർജി ഒന്ന് അറിഞ്ഞ് സഹായിച്ചായിരുന്നു. ഓഹോ, അതെന്തിനാടോ അങ്ങനെ ഒരു സഹായം? അയ്യോ അങ്ങനെ ചോദിക്കില്ല എന്റെ പൊന്നു ശേഖർജി. ഇതിപ്പോ സ്റ്റേറ്റ് പോലീസിന്റെ ഉള്ള സൽപ്പേര് കൂടി കുഞ്ഞബ്ദുള്ളയോടൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങള്. ഇനി ഏതിലും പോരാഞ്ഞിട്ട് നാളത്തെ അസംബ്ലിയിലെങ്ങാനും ഇതിന്റെ പേരിൽ ഒരു ഒച്ചപ്പാടും കൂടി ഉണ്ടായാലേ വേണ്ടേ. ബാക്കിയുള്ള സകല പത്രക്കാരെ ഞാൻ വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ സഹകരിക്കും. ആഹാ, അത് ബുദ്ധിയായാലോട്. പക്ഷെ അതുകൊണ്ട് പോരല്ലോ ശേഖർജി. ഇതിപ്പോ ഈ ഇഷ്യൂ ഒന്ന് ഇടിച്ചു താത്തണേല് അതിന് ശേഖർജിയോടും കൂടെ സംസാരിക്കണം. ഇദ്ദേഹത്തിന്റെ കയ്യും കടയും പിടിച്ചൊന്ന് പൊത്തുവരുത്തമാക്കി എടുക്കണമെന്ന് പറഞ്ഞ് തലസ്ഥാനത്തുനിന്ന് ഹോം മിനിസ്റ്റർ നേരിട്ട് വിളിച്ചതിനെ ചുമതലപ്പെടുത്തിയിരിക്കുക. അത് പിന്നെ ഇദ്ദേഹത്തിന്റെ പഴയ ശിഷ്യനും കൂടാണല്ലോ. നിർത്തണോ, തന്റെ ഹോം മിനിസ്റ്ററോടൊന്ന് പറഞ്ഞേക്കണം
അവന്റെ അച്ഛ വീട്ടിൽ അടയ്ക്കാ വിറ്റ് കിട്ടുന്ന നക്കാപ്പിച്ച കാശ് കൊണ്ടല്ല. സത്യം വിളിച്ചു പറഞ്ഞാൽ അത് വായിക്കണമെന്ന് നിർബന്ധമുള്ള 10-20,000 ആണുങ്ങള് ഈ നാട്ടിൽ ഇപ്പോഴും ബാക്കിയുള്ളത് കൊണ്ടാ ശേഖരന് നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് ഈ പത്രം. എന്താ പറയോ താൻ? അയ്യോ ശേഖർജി, അതിപ്പോ ഞാൻ തനിക്ക് നാവറങ്ങി പോയെങ്കിൽ വേണ്ട, നേരിട്ട് ഞാൻ വിളിച്ചു പറയാം തന്റെ ഹോം മിനിസ്റ്ററോട്. എന്താ വേണോ? അയ്യോ എന്റെ പൊന്ന് ശേഖർജി വേണ്ട, ഇദ്ദേഹം വിളിക്കണ്ട. എന്റെ പൊന്നച്ചോ, വേണ്ടേ പറഞ്ഞതിങ്ങ് തിരിച്ചെടുത്തേക്കോ ഞാൻ. മാപ്പ്, എന്റെ പൊന്ന് ശേഖർജി മാപ്പ്. വെച്ചിട്ട് പോടൂ. എന്റെ പൊന്ന് സേഠ്ജി, യുവമാരുടെയൊക്കെ ഈ ചീത്ത വിളി ഒരു 10 മിനിറ്റ് കേട്ടാലുണ്ടല്ലോ, വേണ്ടേ കാമ്പർച്ചിട്ട് എനിക്ക് എന്റെ അന്തരാളത്തിൽ നിന്ന് മേൽപോട്ടെടുക്കും. ഡാഡി എന്നെ പന്നത്തരമായി കാണിക്കുന്നേ. വെച്ച് പെരുക്കിത്തരം ഞാൻ. അല്ല ഞങ്ങള് പിന്നെ സേഠ്ജി, ഞാനായിട്ട് വിശ്വഞ്ചോട് നേരിട്ട് ചോദിച്ചൊരു ശീലമില്ല, അറിയാലോ. പറഞ്ഞത് മുഴുവനോട് രാത്രി തന്നെ ഇങ്ങ് എത്തിച്ചു തന്നേക്കണേ. ജരൂർ ദേ ദൂംഗാ DIG സാബ്, പേടിക്കാതെ. അല്ല, നാളെ തന്നെ ഡ്രാഫ്റ്റ് എടുത്ത് മദ്രാസിൽ എത്തിക്കാനുള്ളതാണേ, അതുകൊണ്ടാ. പുൽനാമത് ഓക്കെ? ഓക്കെ, പക്ഷെ എല്ലാം വേണ്ട പോലെ തന്നെ ചെയ്യണം. ആയിക്കോട്ടെ, സേഠ്ജി ധൈര്യമായിട്ട് വയ്ക്കോ. ശുക്രിയ. ഓക്കെ, ബഹുത് ശുക്രിയ. വണക്കയ്യ. വണക്കം. ബൂൽനാമത്, ശുക്രിയ, വണക്കം. അയ്യ, എന്താടി എന്താ? how much is a kill, Dad? എന്നാടി അല്ല, എത്രയാ വാങ്ങുന്നേന്ന്. ഒലക്കട മൂട് മിണ്ടിപ്പോയത് റാസ്കിൽ.